അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് മഹാന്മാരെ സ്നേഹിക്കുക എന്നുള്ളത്. അഥവാ അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളെ സ്നേഹിക്കുക, അവരെ പ്രത്യേകം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക, അവരുടെ മദഹ് കീർത്തനങ്ങൾ പാടിപ്പറയുക, ഇതെല്ലാം അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഹിജ്റ 97 ജനിച്ച് 161 വഫാത്തായ താബീങ്ങളിൽ തന്നെ പ്രമുഖരായ, താബീങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിൽ നിന്നും നേരിട്ട് ദീൻ മനസ്സിലാക്കിയവരാണ്. അവരിൽ തന്നെ പ്രമുഖരായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇൻദ ദിക്രി സ്വാലിഹീന തൻസിലുർ റഹ്മത്തു. ഇൻദ ദിക്രി സ്വാലിഹീന, സ്വാലിഹീങ്ങളെ സ്മരിക്കുന്ന സമയത്ത്, സ്വാലിഹീങ്ങളെ പറയുന്ന സ്ഥലത്ത് തൻസിലുർ റഹ്മത്തു, അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങും എന്ന് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഹനഫി മദ്ഹബിലെ തന്നെ വലിയ ഇമാമായ ഹിജ്റ 478 വഫാത്തായ ഇമാമുൽ ഹറമൈനി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇതേ വിഷയം തന്നെ ഹിജ്റ 106 ജനിച്ച് 198 വഫാത്തായ വലിയ മഹാനും വലിയ പണ്ഡിതനുമായ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്നു, ഇൻദ ദിക്രി സ്വാലിഹീന തതനസ്സലുർ റഹ്മത്തു. ഇൻദ ദിക്രി സ്വാലിഹീന, സ്വാലിഹീങ്ങളെ സ്മരിക്കുന്ന സമയത്ത്, സ്വാലിഹീങ്ങളെ പറയുന്ന സമയത്ത് തതനസ്സലുർ റഹ്മത്തു, അള്ളാഹുവിന്റെ കാരുണ്യം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് അവർ പറയുന്നതായിട്ട് ഹിജ്റ 463 വഫാത്തായ അബു അംർ യൂസുഫുൽ ഖുർത്തുബി തങ്ങൾ അവരുടെ കിതാബു തംഹീദിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇതേ വഴിയാണ് നാമും പിന്തുടരേണ്ടത്. ഇനി നമുക്ക് വരാനുള്ളത്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനം അലങ്കരിക്കുന്നവരും അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരും ഒരു മുസ്ലിമിനും വിസ്മരിക്കാൻ പറ്റാത്തവരുമായ അസ്ഹാബുൽ ബദറിന്റെ ആണ്ട് നേർച്ചയാണ്. അതെ, റമദാൻ 17 അഥവാ വരുന്ന ചൊവ്വാഴ്ച നമ്മുടെ വാണിയന്നൂർ ജുമാ മസ്ജിദിൽ വെച്ച് വളരെ വിപുലമായിട്ട് ബദരീങ്ങളുടെ ആണ്ട് നേർച്ച നടത്തപ്പെടുകയാണ്. അസ്ർ നമസ്കാരാനന്തരം ആരംഭിക്കുന്ന ആ പരിപാടിയിൽ എല്ലാവരും സംബന്ധിക്കണമെന്നും അത് വൻ വിജയമാക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിപാടി വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.